നമുക്കിനി റിയാക്ഷൻസിനകത്ത് ഒരു റിയാക്ഷൻ നോക്കാനുണ്ടായിരുന്നു, റെയ്മർ ടീമാൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഫീനോൾസ് തരുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിയാക്ഷനിലാണ് ഈ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ വരുന്നത്, റെയ്മർ ടീമാൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫീനോളിനെ നമ്മൾ ക്ലോറോഫോം ഇൻ ദ പ്രസൻസ് ഓഫ് കോസ്റ്റിക് ആൽക്കലിയുടെ പ്രസൻസിൽ ക്ലോറോഫോം വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർത്തോ ഹൈഡ്രോക്സി ബെൻസ് ആൽഡിഹൈഡ്, അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞാൽ സാലിസിൽ ആൽഡിഹൈഡ് നമുക്ക് ഫോം ചെയ്യും. സോ സാലിസിൽ ആൽഡിഹൈഡിൻ്റെ പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്ന ഒരു റിയാക്ഷനാണ് റെയ്മർ ടീമാൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫീനോൾ is treated with the chloroform in the presence of caustic alkali, we will get salicyl aldehyde. ഓക്കെ, അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഫീനോള് ക്ലോറോഫോമിൻ്റെ ഫോമിലാണ് CHCl3 ആൻഡ് NaOH ആണ് ആൽക്കലി എന്ന് എടുത്തേക്കുന്നത് ഇവിടെ. സോ ഇവിടെ ആദ്യം സംഭവിക്കുന്നത് CHCl2 will go to the ortho position of phenol. Okay, CHCl2 and H മാറിയിട്ട് അവിടെ സോഡിയം മെറ്റൽ കയറും. സോ ONA ഇത് ഫോം ചെയ്യും. ബാക്കി ബൈ പ്രൊഡക്ട്സ് ആണ് NaCl H2O. ആൻഡ് ദെൻ നമ്മൾ രണ്ട് മോളിക്യൂൾ NaOH വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Cl2ന് പകരം രണ്ട് OH അവിടെ കയറും. ഓക്കെ, അതേ ഉള്ളൂ അവിടെ വ്യത്യാസം, ബാക്കിയൊന്നും വ്യത്യാസമില്ല. ദെൻ വാട്ടറുമായിട്ട് ഒരു മോളിക്യൂൾ വാട്ടർ അവിടെ നിന്ന് പോകും. സോ അതെങ്ങനെയാണ്? CHOH രണ്ട് OH ആണ് അവിടെ ഉള്ളത്. സോ ഒരു മോളിക്യൂൾ വാട്ടർ പോയി കഴിഞ്ഞാൽ CHO ഗ്രൂപ്പാണ് അവിടെ ഉള്ളത്, പിന്നെ CHO ആയിട്ട് മാറും. അത് ONA ആയിട്ട് തന്നെ നിൽക്കും. HCl വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ NAയും CLും കൂടി NaCl ആയിട്ട് പോയിട്ട് ഇവിടെ എന്ത് ചെയ്യും? HCl ഹൈഡ്രജൻ കയറും, OH CHO. ദിസ് ഈസ് സാലിസിൽ ആൽഡിഹൈഡ്. ഓക്കെ, ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ്. ഓക്കെ, ഇതാണ് ജനറൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ റിയാക്ഷനെയാണ് നമ്മൾ റെയ്മർ ടീമാൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് മെക്കാനിസം നോക്കാം. മെക്കാനിസത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ ആണ്. ആദ്യം ഇലക്ട്രോഫൈൽ ക്ലോറോഫോമിൽ നിന്ന് ഇലക്ട്രോഫൈൽ ഫോം ചെയ്യണം. ഓക്കെ, ക്ലോറോഫോം ആണ് CHCl3. സോ നമ്മുടെ ആൽക്കലിയിൽ OH ആണ് ഇവിടെ ആദ്യം ക്ലോറോഫോമുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരു മോളിക്യൂൾ വാട്ടർ ആണ് പോകുന്നത്, OHഉം ആൻഡ് ദെൻ ഈ ഹൈഡ്രജനും. സോ ഒരു മോളിക്യൂൾ വാട്ടർ പോയി, വി വിൽ ഗെറ്റ് CCl3 വിത്ത് 1 പെയർ ഓഫ് അൺഷെയർഡ് ഇലക്ട്രോൺസ് ആൻഡ് മൈനസ് ചാർജ്. ആൻഡ് അതിൽ നിന്ന് ഒരു Cl- പോകുമ്പോഴത്തേക്ക് നമുക്ക് CCl2 എന്ന് പറയുന്ന കാർബീൻ, ഇതെന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇൻ്റർമീഡിയറ്റ് ആണ്. കാർബാനിയോൺ കാർബോകാറ്റോൺ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് ആണ് ഡൈക്ലോറോ കാർബീൻ എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ്. CCl2 എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ് വിത്ത് 1 പെയർ ഓഫ് അൺഷെയർഡ് ഇലക്ട്രോൺസ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇതാണ് റിയാക്ഷനിലേക്ക് പങ്കെടുക്കുന്നത്. ഐ മീൻ ഇത് CCl2 വിൽ ആക്ട് ആസ് ആൻ ഇലക്ട്രോഫൈൽ. ഓക്കെ, സോ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഫീനോക്സൈഡ് റിയാക്ഷൻ ഓഫ് CCl2 വിത്ത് ഫീനോക്സൈഡ് അയോൺ എന്നാണ് പറയുന്നത്. ഫീനോക്സൈഡ് അയോൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഫീനോളിലെ H പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫീനോക്സൈഡ് O- എന്നാണ് അവിടെ വരുന്നത്. ഫീനോക്സൈഡ് അയോൺ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ആദ്യം ഫിനോക്സൈഡ് അയണുമായിട്ട് CCl2 എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. ദെൻ പിന്നെ ഹൈഡ്രോളിസിസ് നടക്കും. നമുക്ക് ആ റിയാക്ഷൻസ് ഒന്ന് നോക്കാം. O-, ഓക്സിജനിൽ O- സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് പ്ലസ് CCl2. സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ മൈനസ് ചാർജ് ഇങ്ങോട്ടേക്ക് വരുന്നു. ആൻഡ് ദെൻ ഇവിടുത്തെ ബോണ്ട്, ഐ മീൻ ഈ കാർബണും ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, വി വിൽ ഗെറ്റ്, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്
ഇവിടെ ഡബിൾ ബോണ്ട് O ആവുന്നു. ആൻഡ് ഇവിടെ ഒരു ഹൈഡ്രജൻ നേരത്തെ ഉണ്ട്, ഇവിടെ CCl2 കൂടി വരുന്നു. സോ എന്താണ് ഈ ഡബിൾ ബോണ്ടോ അത് ഇവിടെ ഇതല്ല, അതുകൊണ്ട് എപ്പോഴും ബോണ്ട് ഷിഫ്റ്റിംഗ് ആണ് നടക്കുന്നത്. കാരണം ഇതിനകത്ത് റെസനൻസ് പോയി, ഈ ബെൻസീൻ റിങ്ങിനകത്തുള്ള റെസനൻസ് പോയി. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ ബോണ്ട് ഷിഫ്റ്റിങ്ങെ പ്രിഫർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇപ്പം എന്താ വരുന്നത്, ഈ ഹൈഡ്രജൻ തൻ്റെ ഇലക്ട്രോൺസ് ഇവിടെ കൊടുത്തിട്ട് പോകുന്നു, H+ ആയിട്ട് പോകുന്നു, ആൻഡ് ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകുന്നു. ഓക്കെ, സോ നമുക്ക് അടുത്തത് കിട്ടുന്നത് എന്തായിരിക്കും, ഇവിടുത്തെ ബോണ്ട് തിരിച്ചു വന്നു. സോ അവിടെ ആരോമാറ്റിസിറ്റി ഇത് ചെയ്തു, HCl2 O-. ഇവിടെ എങ്ങനെ H വന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നിന്നൊരു H+ പോയല്ലോ, ആ H ആണ് ഇവിടെ വന്ന് കയറിയത്. ഓക്കെ, ഇനി ഈ പർട്ടിക്കുലർ ഇതിനകത്ത് ഹൈഡ്രോളിസിസ് നടത്തണം നമ്മൾ. ഓക്കെ, അടുത്ത സ്റ്റെപ്പാണ് ഹൈഡ്രോളിസിസ് സ്റ്റെപ്പ്. Cl2 ഹൈഡ്രോളിസിസ് OH-. സോ OH- ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, വാട്ടർ ഹൈഡ്രോളിസിസ് നടത്താനായിട്ട് വാട്ടർ കൊടുത്തു. സോ നമുക്ക് എന്താണ് ഇവിടെ എന്താണ് 2 Cl പകരം 2 OH ആയിരിക്കും കയറുന്നത്. ഓക്കെ, CH OH OH. ഓക്കെ, O-. ഓക്കെ, ഇനി ഒരു മോളിക്യൂൾ വാട്ടർ പോവും, അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഒരു മോളിക്യൂൾ വാട്ടർ പോവും, ഇവിടെ നിന്ന് ഒരു മോളിക്യൂൾ വാട്ടർ പോകും. സോ ഇവിടെ എന്തായിട്ട് മാറും, ഡബിൾ ബോണ്ട് ആയിട്ട് മാറും, CHO ഗ്രൂപ്പായിട്ട് മാറും. ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ H+ കൂടി കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം വരും. ഓക്കെ, അത് നമുക്ക് നോക്കാം. സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ്, O-, CH ഡബിൾ ബോണ്ട് O, CHO. ആൻഡ് H+ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, OH CHO. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, സാലിസിൽ ആൽഡിഹൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് റെയ്മർ-ടിമാൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ ആണ്. അതാണ് നമ്മളുടെ ഇലക്ട്രോഫൈൽ ക്ലോറോഫോമിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. ആ ക്ലോറോഫോമിൽ നിന്ന് ഫോം ചെയ്യുന്ന ഇലക്ട്രോഫൈൽ ഏതാണ്, CCl2 ഡൈക്ലോറോ കാർബീൻ ആണ്. ആൻഡ് ദാറ്റ് ഡൈക്ലോറോ കാർബീൻ വിൽ റിയാക്ട് വിത്ത് ഫീനോക്സൈഡ് അയോൺ. ഓക്കെ, ചെറിയ റീഅറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നു, നമുക്ക് സാലിസിൽ ആൽഡിഹൈഡ് കിട്ടുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റെയ്മർ-ടിമാൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇവിടെയും കാണിച്ചേക്കുന്നത്. ഡൈക്ലോറോ കാർബീൻ വിത്ത് ഫിനോക്സൈഡ് അയോണും O- ഇതേയും ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പം കാർബീനുമായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദെൻ H+ തൻ്റെ ഇലക്ട്രോൺസ് ഇവിടെ തന്നെ വിട്ടിട്ട് H+ ആയിട്ട് പോകുന്നു. ആ H+ വന്നിട്ട് ഇതിലേക്ക് കയറുന്നു. ഓക്കെ, ദെൻ ഹൈഡ്രോളിസിസ് ആണ്. വാട്ടർ മോളിക്യൂൾ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 2 Cl മാറിയിട്ട് 2 OH കയറുന്നു. ആൻഡ് അവിടെ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ വി വിൽ ഗെറ്റ് CH ഡബിൾ ബോണ്ടോ CHO ആൽഡിഹൈഡ് ഗ്രൂപ്പ് അവിടെ കിട്ടുന്നു. H+ കൊടുക്കുമ്പോഴത്തേക്ക് H+ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫീനോളും ആൽഡിഹൈഡ് ഗ്രൂപ്പും കിട്ടുന്നതാണ് സാലിസിൽ ആൽഡിഹൈഡ് എന്ന് പറയുന്ന റിയാക്ഷൻ. ഓക്കെ.